പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത 3 പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത 17 വയസ്സുകാരനായ സഹോദരൻ പിടിയിൽ. സഹോദരനെ കൊല്ലത്തെ ജുവനൈൽ ഹോമിലേക്ക് മാറ്റി. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബു ചേരുന്നു. ശ്രീരാജ്, അസ്വസ്ഥതയുണ്ടാക്കുന്ന വാർത്തയാണ്, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? മനീഷ്, നിലവിൽ ഈ 17 വയസ്സുകാരനെ കൊല്ലത്തെ ജുവനൈൽ ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സ്കൂൾ വെക്കേഷൻ സമയത്താണ് ഇത്തരത്തിൽ ഈ 3 പെൺകുട്ടികളെയും ബലാത്സംഗം ചെയ്തു എന്ന മൊഴി നിലവിൽ ഈ പെൺകുട്ടികൾ നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് വിവരം കൈമാറുകയും പോലീസിന് വിവരം കൈമാറുകയായിരുന്നു. കൗൺസിലിംഗിനിടെയാണ് ഏറ്റവും മൂത്ത 3 പേരിൽ ഏറ്റവും മൂത്ത പെൺകുട്ടി ഇത്തരത്തിൽ പീഡന വിവരം വെളിപ്പെടുത്തിയത്. തുടർന്ന് ശിശുക്ഷേമ സമിതിക്ക് വിവരം കൈമാറിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ഈ 17 വയസ്സുകാരനെ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ ഹാജരാക്കുകയും ചെയ്തു. തുടർന്ന് കൊല്ലം ജുവനൈൽ ഹോമിലേക്ക് ഇയാളെ നിലവിൽ മാറ്റിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ വർഷം നടന്ന സംഭവമാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ളൊരു കൗൺസിലിംഗിനിടെ ഏറ്റവും മൂത്ത പെൺകുട്ടി 3 പെൺകുട്ടികളിൽ ഏറ്റവും മൂത്ത പെൺകുട്ടി മൊഴിയായി നൽകിയത്. 13, 12, 9 വയസ്സുള്ള സഹോദരിമാരാണ് ഈ 3 പേരും. അങ്ങനെയാണ് ഈ 13 വയസ്സുകാരിയാണ് ഇതിൽ ആദ്യം മൊഴി നൽകിയത്. തുടർന്ന് മറ്റ് 2 പേരുടെയും മൊഴി വളരെ വിശദമായി എടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് വിവരം കൈമാറുകയുമായിരുന്നു. അങ്ങനെയാണ് പോലീസ് ഈ 17 വയസ്സുകാരനെ ആദ്യം കസ്റ്റഡിയിൽ എടുക്കുന്നതും തുടർന്ന് കൂടുതൽ ചോദ്യം ചെയ്യലിനിടെ ഈ 17 വയസ്സുകാരൻ താൻ ഇത്തരത്തിൽ കുറ്റകൃത്യം നടത്തി എന്ന തരത്തിലുള്ള സമ്മതം അത്തരത്തിലുള്ള അത് സ്ഥിരീകരിക്കുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ശിശുക്ഷേമ സമിതിയും അതുപോലെ തന്നെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിനെ ആളെ കൈമാറുകയും നിലവിൽ കൊല്ലത്തെ ജുവനൈൽ ഹോമിലേക്ക് മാറ്റുകയും ചെയ്തത്. മനീഷ്, ശരി, വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബു.